ഇത് മാസ് മോട്ടോഴ്സിൽ നമ്മൾ ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസും പൊല്യൂഷൻ ടെസ്റ്റുമാണ് പറഞ്ഞേക്കണേ. ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മൾ മാറ്റി പോയായിരുന്നതാണ്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി ഓടിച്ചു നോക്കി. അപ്പോൾ നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നു ബ്രേക്ക് ഒരല്പം കുറവുണ്ട്, വേറെ അങ്ങനെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും ബാക്ക് വീലിൻ്റെ ബെയറിങ് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചേക്കണതുകൊണ്ടാണ് ബാക്ക് വീൽ അഴിക്കാത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലും കൂടി അഴിച്ച് ബ്രേക്ക് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നിലവിൽ നല്ല ഫിൽറ്ററാണ്, അത്യാവശ്യം ഉപയോഗിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്കതിനകത്ത് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ വരും. പിന്നെ ക്ലച്ച് ഗ്രീസിങ് ആവശ്യമായിട്ടുണ്ട്, അതിനൊക്കെ വേണ്ടി അഴിച്ചതിനാണ്. നമുക്കതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നോർമൽ തേമാനങ്ങളുള്ളൂ. ക്ലച്ചിൽ അങ്ങനെ വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൽറ്റൊക്കെ വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, നല്ല ബെൽറ്റാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് ആ പൊല്യൂഷൻ്റെ കേസ് മാത്രം എടുക്കാനായിട്ട് കാർബറേറ്റർ ട്യൂണിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യണം, വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ ചെറിയൊരു തേമാനം കാണിക്കുന്നുണ്ട്. ഗ്രീൻ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്താൽ അത് അത്യാവശ്യം ഓവലായിട്ടുണ്ട്. പിന്നെ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ടയറൊക്കെ നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർവീസിൽ മാറ്റിയിട്ടാൽ മതി. തൽക്കാലം നമുക്ക് ഈ തവണ അഡ്ജസ്റ്റ് ചെയ്തിടാം. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഫ്രണ്ടിലത്തെ നല്ലതാണ്, കമ്പനി ലൈനർ തന്നെ കിടക്കുന്നത്. വീൽ ബെയറിങ്ങിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിട്ട് 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്, നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും പുതിയത് കിടക്കണേ, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നമുക്ക് ജനറലായിട്ടുള്ള സർവീസ് മാത്രമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ പൊല്യൂഷൻ എടുക്കണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എമൗണ്ട് വരും. പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് ഒന്ന് മാറ്റിയിടണം. അത്രയും കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം വണ്ടി ഒരു 2:30-3 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.